തൃശൂരിൽ പുലികളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായം വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുകയാണ്. തത്സമയം ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ വളരെ കൃത്യമായിട്ട് IAS-കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിൽ ഇതിന്റെ ഗൈഡ് ലൈൻസ്, സ്പോൺസർഷിപ്പ് ആണോ ഫണ്ടാണോ, ഇതൊന്നും ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ആത്യന്തികമായിട്ട് ഒരു സെൻട്രൽ സപ്പോർട്ട് ഫണ്ട് തന്നെയാണ്. അതിന് ചില പാരാഫർമേലിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പുലിക്കളി സംഘങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാനാകത്തില്ല. ഇത് DTPC-യിലേക്കാണ് കേരള സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വഴി വരുന്നത്. അവിടെ ഇരിക്കുന്ന ടൂറിസം സെക്രട്ടറി തുടങ്ങി ജില്ലാ കളക്ടർ, DTPC-യിലെ ഉദ്യോഗസ്ഥർ എല്ലാം വായിച്ച് മനസ്സിലാക്കട്ടെ. ഇതിന് ഞങ്ങൾക്ക് തലേന്നാണ് ഈ ഓർഡർ കിട്ടിയത് എന്ന് പറയുന്നത് അതിലേക്ക് വഴിതെളിച്ച ഒരു അധമ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ബിജു എന്ന് പറയുന്ന കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറിയെ ഒരു 25 തവണ അങ്ങോട്ട് വിളിച്ച് ഞാൻ മന്ത്രിയായതിനു ശേഷം നടക്കുന്ന രണ്ടാമത്തെ പുലിക്കളിയാണ്, എനിക്കിതിൽ പങ്കാളിയായേ മതിയാവും എന്ന് നിർബന്ധപൂർവം പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കത്ത് വരാതെ ഒരു കാരണവശാലും ഇത് അവരുടെ ക്യാബിനറ്റിൽ പ്രസന്റ് ചെയ്യാനാകില്ല. കാരണം ഇന്ന് വരെ കേന്ദ്ര ടൂറിസത്തിൽ നിന്നോ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്നോ പുലിക്കളിക്ക് ഒരു തുക അനുവദിച്ചു വന്ന ചരിത്രം ഭൂമി മലയാളത്തിൽ. അതെ, എന്തായാലും തൃശ്ശൂരിൽ പുലികളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായം അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വലിയ വാഗ്ദാനമായിരുന്നു. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് പുലികളി സംഘങ്ങൾക്ക് ഒരു തുക അത് അദ്ദേഹം പാലിക്കുകയും ചെയ്തിരിക്കുന്നു.